പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. മന്വന്തരങ്ങൾ ജനിച്ചു മരിക്കുമീ മൺമതിൻ കേട്ടിനു മുകളിൽ. ഋതുക്കൾ നിൻ പ്രിയ മാനസപുത്രികൾ ഇടം വലം നിൽക്കും തേരിൽ. സൗരയൂഥങ്ങളിൽ നീ വന്നു വിതയ്ക്കും സൗരഭ്യമെന്തൊരു സൗരഭ്യം കാലമേ. ഇനി എത്ര വസന്തങ്ങൾ കൊഴിഞ്ഞാലും ഈ സൗരഭ്യം എനിക്കു മാത്രം, എനിക്കു മാത്രം, എനിക്കു മാത്രം. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. സ്വർണപാത്രം കൊണ്ടു സത്യം മറയ്ക്കുമീ സംക്രമസന്ധ്യ തന്നടയിൽ. പ്രപഞ്ചം ചുണ്ടിൽ നിന്നാമാക്ഷരവുമായി പ്രദക്ഷിണം വയ്ക്കും വഴിയിൽ. സ്വർഗദീപാവലി നീ വന്നു കൊളുത്തും സൗന്ദര്യമെന്തൊരു സൗന്ദര്യം കാലമേ. ഇനി എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഈ സൗന്ദര്യം എനിക്കു മാത്രം, എനിക്കു മാത്രം, എനിക്കു മാത്രം. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. ദീപ്തമീ പ്രകാശഗോപുരം ഉദിക്കുന്നു വാണി. ചോദിക്കാം നമുക്ക് ജഡ്ജസിനോട്. എന്നാ ഹരിച്ചേട്ടാ. പാർത്ഥിവ് എന്താ സാർ? നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. ഇതൊരു ഒന്നൊന്നര പാട്ടാണ്. കുറേ പ്ലാൻസും കുറേ എന്താ പറയാ കല്യാണിയുടെ ഒക്കെ ഒരു ഫുൾ ദേവരായ മാഷ് അതിലോട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. മോനിത് സ്ട്രെയിൻ തോന്നിയോ പാടിയപ്പം? കഫുണ്ടായിരുന്നു. പിന്നെ കഫിന്റെ അല്ല മോനെ, ഇപ്പം മേളിലോട്ട് പാടുന്ന സമയത്ത് കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. താഴത്തെ സ്കെയില് ഓക്കെ ആയിരുന്നോ? കുഴപ്പമില്ല.
അങ്ങനെയല്ല, ഇനിയും താഴോട്ട് പോവോ? ലൈക്ക് ഇത് ഭയങ്കര സ്ട്രെയിൻ. ഞാൻ വീണ്ടും പാടിക്കുന്നില്ല, കാരണം ഓൾറെഡി ടഫായിട്ടുള്ളൊരു പാട്ട് പിന്നെയും പാടിച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല. അപ്പം ഇനി താഴേക്ക് ആ പ്രഭ വരുന്ന ഭാഗത്തേക്ക് പ്രഭ മാത്രമല്ലേ ഉള്ളൂ? ഓക്കെ. ആക്ച്വലി പ്രഭാമയൂഖമേ ആണ് ഏറ്റവും കൂടുതൽ ഉള്ളതും വീണതും അതാണ്. അതായത് പ്രഭാമയൂഖമേ ലാസ്റ്റ് മാത്രം കിട്ടി നമുക്ക് കയ്യില്. അവസാനം ഒരെണ്ണം കിട്ടി, ഒരു സിക്സർ അടിച്ചു. അതായത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും നേരം അങ്ങനെയായിരുന്നു. അത് കിട്ടാൻ പാടാണ്. ഒരു പ്രാവശ്യം ഒന്ന് പാടുന്നത് പ്രഭാമയൂഖമേ, അതാണ് സംഗതി. ഞാനപ്പോ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അതറിയാം. അപ്പം അത് സ്ലിപ്പായിക്കൊണ്ടിരുന്നു ഫ്രം ബിഗിനിങ്. അതുപോലെ കുറച്ച് ടോപ്പൊക്കെ പോകുമ്പം പാടി പഞ്ചമൊക്കെ എത്തി, പക്ഷെ എന്നാലും സ്ട്രെയിൻ ഉണ്ടായിരുന്നു. അത് മോന്റെ പ്രായത്തിന് ഈ പാട്ട് ശരിക്കും ഭയങ്കര ഹെവിയാണ്, മനസ്സിലായില്ലേ? ഇതിപ്പോ ഒരു കുറച്ച് കൂടി പ്രായമായിട്ട് പാടുമ്പോഴത്തേക്കും നമുക്ക് ആ വോയിസിനും ഒക്കെ കറക്റ്റ് ആയിട്ടുള്ളൊരു പാട്ടായിരിക്കും. അപ്പൊ മോനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മോൻ പാടി. ഈ സ്ലിപ്സ് അവിടെ ഇവിടെ ഒക്കെ വന്നു. അത് ഇതുപോലെ ടഫ് സോങ്ങില് ലൈക്ക് വരാവുന്നതാണ്. പക്ഷെ ഇനി ചോയ്സ് ഓഫ് സോങ്സ് കുറച്ചും കൂടിയൊക്കെ നല്ല പാട്ടുകളാണ് കൊണ്ടുവന്നത്. പക്ഷെ നമ്മള് ഇത്രയും ടഫ് സോങ്സ് ഒക്കെ ആദ്യമേ ഇറക്കണോന്നാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ മോൻ നെക്സ്റ്റ് റൗണ്ടില് ബെറ്റർ പെർഫോമൻസ് ആയിട്ട് വരണം. ദിസ് വാസ് എ ഗുഡ് പെർഫോമൻസ് കേട്ടോ, നന്നായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. പാർത്ഥിവ്, പ്രഭാമയൂഖമേ, ഞാൻ അത് മാത്രമേ എഴുതിയുള്ളൂ. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് സോങ്സ് ഇൻ മലയാളത്തില് വൺ ഓഫ് ദ മോസ്റ്റ് അല്ലെങ്കിൽ ദി മോസ്റ്റ് അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു പാട്ടാണ് ഇത്. മോൻ ഇപ്പൊ പാടിക്കഴിഞ്ഞാൽ മോന് പിന്നീടൊക്കെ മോൻ എന്താണ് പാടാ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കണത്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പാടിയാൽ മതിയായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. നന്നായിട്ട് പാടി, കുഴപ്പമൊന്നുമില്ല, പാടിയതിന് കുഴപ്പമൊന്നുമില്ല. അല്ലറ ചില്ലറ കുറച്ച് ഹിറ്റ് ആൻഡ് മിസ് പരിപാടികൾ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ. പക്ഷെ ഇത് പാർത്ഥിവിനെ കൊണ്ട് നടക്കും, ഉറപ്പായിട്ടും നടക്കും. സംഭവം പണി അറിയാന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇനി നമുക്ക് ഇത് ഒന്ന് ഡയമണ്ട് ഒക്കെ ഇങ്ങനെ ഉരച്ചൊരച്ചൊരച്ച് അതിന്റെ ഷൈൻ ഇങ്ങനെ വരുത്തുമല്ലോ. ഇനി അതിന്റെ ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓവർ പ്രാക്ടീസും പാടില്ല, അണ്ടർ പ്രാക്ടീസും പാടില്ല. കറക്റ്റ് പ്രാക്ടീസ് ആണ് ഇനി വേണ്ടത്. ഇനി ആ കറക്റ്റ് പ്രാക്ടീസിലൂടെ മുന്നോട്ട് പോയിട്ട് ഇതുപോലത്തെ ഇത് ഞാൻ പേടിച്ചു പോയി പാടുമ്പോഴൊക്കെ. മോനെ എവിടെയും വീഴല്ലേ, നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി പാർത്ഥിവിന്റെ മറ്റൊരു സൈഡ് കാണാനാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം കേട്ടോ. ഇനി ആ സൈഡും കൊണ്ടുപോവാ നെക്സ്റ്റ് ടൈം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. സായി ചേച്ചി. പാർത്ഥിവ്, എന്തോ മാം, ഒരു ബ്രേവ് അറ്റംപ്റ്റ് ആയിരുന്നു ആക്ച്വലി ഈ സോങ്. ഈ ഒരു സോങ് വന്നപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഓ അങ്ങനെയാണോ, ഇറ്റ്സ് എ വെരി ടഫ് സോങ് ഇവർ പറഞ്ഞ മാതിരി. ആൻഡ് അങ്ങനത്തെ ഒരു സോങ് പാടുന്നതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇൻഫാക്ട് യു ആക്ച്വലി പുൾഡ് ഇറ്റ് ഓഫ് റിയലി വെൽ. മാനസികമായിട്ട് മെന്റലി യു ആർ ലൈക്ക് റിയലി സ്ട്രോങ്. ചില ഇടങ്ങളിൽ ഈ പറഞ്ഞ മാതിരി സ്ലിപ്സ് ഉണ്ടായിട്ടുണ്ട്. കാലമേന്റെ ഒക്കെ അവിടെ കൊടുത്ത ഫീലൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു പാടി. അത് ഒരു കാലത്തും മറക്കില്ല. അപ്പൊ ഈ പറഞ്ഞ മാതിരി നമ്മൾക്ക് എക്സ്പ്ലോറേഷൻ ലൈക്ക് ടു എ ഡിഫറെന്റ് സൈഡ്, നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത സ്റ്റൈൽസ് ഒക്കെ ട്രൈ ചെയ്യാം കേട്ടോ. അതാണ്, അങ്ങനെയാണ് നമ്മൾ സൂപ്പർ സ്റ്റാറിന്റെ ഒരു എവല്യൂഷൻ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പെർഫോം ചെയ്തു. താങ്ക് യു സായി ചേച്ചി. ചെയ്യണ്ടോന്ന് ക്ഷീണമുണ്ടോന്നോ? അല്ല നമുക്കുണ്ട്, അതുകൊണ്ടാ. എന്താ ഇവനെ ഷാനിക്ക, ഞാൻ നേരത്തെ പുറത്ത് ഫോട്ടോ എടുത്തോണ്ടിരിക്കായിരുന്നു. ഞാൻ നോക്കുമ്പോ പുറകിന്ന് ആരോ വേറൊരു രീതിയിൽ നടന്നു വരുന്നു. നടത്തിനൊക്കെ ഒരു പ്രത്യേകം. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്താണ് ഈ പെമ്പിള്ളേരെ നടക്കുന്ന പോലെ നടക്കുന്നതെന്ന് ചോദിച്ചു. ശരിക്കും പെമ്പിള്ളേരെ അനുകരിച്ച് നടക്കുകയായിരുന്നു. ഒന്ന് കാണിച്ചു തരട്ടെ, ഞാൻ കാണിക്കടാ. നീ കാണിക്കത്, നീ ഉച്ചക്ക് നീ എന്റെ മുമ്പിൽ കാണിച്ച എന്താണ് അതിപ്പോ ഷാനിക്കൊക്കെ കാണിച്ചു കൊടുക്ക്. അവിടെ നടന്നതാ.